പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, ഞാൻ KP കുഞ്ഞികൃഷ്ണൻ, പ്രസിഡന്റ്, യുവജന ഗ്രന്ഥാലയം, കേരളം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന സഖാവ് CH കണ്ണാരൻ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ 1972 ഒക്ടോബർ 20 നമ്മെ വിട്ടുപിരിഞ്ഞത്. ബഹുജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും അച്ചടക്കവും കരുത്തുമുള്ള സംഘടനയായി CPIMനെ മാറ്റുന്നതിലും CH കാട്ടിയ മാതൃക എന്നും സ്മരിക്കപ്പെടുന്നതാണ്. പാർട്ടിയുടെ അടിസ്ഥാന നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റ് ജനാധിപത്യ ശക്തികളെ യോജിപ്പിക്കുവാൻ കഴിവുള്ള അസാധാരണ ശേഷിയുള്ള നേതാവ് കൂടിയായിരുന്നു. ജനങ്ങളുടെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കുന്നതിനും കേഡർമാരെ കണ്ടെത്തി വളർത്തുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിനും അനിതര സാധാരണമായ കഴിവാണ് CH എന്നും പ്രകടിപ്പിച്ചത്. പാർട്ടിയുടെ മൗലിക നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റ് ജനാധിപത്യ ശക്തികളെ യോജിപ്പിക്കുവാൻ കഴിവുള്ള നയകോവിദൻ. ഈ നിലക്കെല്ലാമാണ് പൊതുജനങ്ങളുടെ ഇടയിൽ CH അറിയപ്പെട്ടിരുന്നത്. പാർട്ടി അണികളിലും ഇതര പാർട്ടികളിലും അതുല്യമായ ഒരു സ്ഥാനം CH നേടിയെടുത്തതും ഇതുകൊണ്ട് തന്നെയാണ്. സ്ഥിതിഗതികൾ മാറുന്നതിനനുസരിച്ച് പാർട്ടിയുടെ നയസമീപനത്തിലും സംഘടനാ രീതിയിലും പ്രവർത്തന ശൈലിയിലും മാറ്റം വരുത്തുവാൻ വേണ്ടി ചിലപ്പോൾ വരുത്തുന്ന മാറ്റങ്ങൾക്കെതിരായും പലപ്പോഴും CH ശക്തമായ നിലപാടുകളാണ് എടുത്തു വന്നിരുന്നത്. കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ ഒരു ചെറുകിട കച്ചവടക്കാരനായ അനന്തൻ്റെയും ചീക്കോളി കാലായി നാരായണിയുടെയും മകനായി 1911 ജൂലൈ 29 CH ജനിച്ചത്. മാതാപിതാക്കളുടെ ഒരേ ഒരു മകനായിരുന്നു CH. അക്കാലത്ത് മരുമക്കത്തായ കുടുംബ വ്യവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ CH പൊന്നൂരിലുള്ള തറവാട്ട് വീട്ടിലാണ് അധികവും താമസിച്ചു വന്നിരുന്നത്. കണ്ണാരനെ പഠിപ്പിച്ചത് അമ്മാവൻ അച്യുതനായിരുന്നു. അമ്മാവൻ്റെ മകൾ പാർവതിയാണ് പിന്നീട് CH വിവാഹം ചെയ്തത്. മാഹിയിലെ CB സ്കൂളിലായിരുന്നു 3rd ഫോറം വരെയുള്ള വിദ്യാഭ്യാസം. ചീക്കോളി എന്ന വീട്ടുപേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ ചേർന്നതാണ് CH. പിന്നീട് ആ ഇനീഷ്യൽ കണ്ണാരൻ്റെ പേരിൻ്റെ അഭിവാജ്യ ഘടകമായി മാറി. തലശ്ശേരി BMB സ്കൂളിലാണ് തുടർന്ന് പഠിച്ചത്. അവിടെ നിന്നും അദ്ദേഹം 1929 മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി. സ്കൂളിലെ മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്നു CH. പിന്നീട് തലശ്ശേരിയിലെ മികച്ച ഫുട്ബോൾ കളിക്കാരനായി മാറുകയായിരുന്നു CH. വിദ്യാർത്ഥികാലം മുതൽ തന്നെ നിരീശ്വരവാദ പ്രസ്ഥാനത്തോടും യുക്തിചിന്തയോടും ആഭിമുഖ്യം പുലർത്തിയ കണ്ണാരൻ യുക്തിചിന്തയുടെ പ്രചാരകനായി വളരെ വേഗം മാറി. പഴയ കോട്ടയം താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അദ്ദേഹം യുവജനങ്ങളെ യുക്തിചിന്തയിലേക്ക് ആകൃഷ്ടരാക്കി. യാഥാസ്ഥിതികരിൽ നിന്നും കടുത്ത എതിർപ്പും അധിക്ഷേപവും മർദ്ദനവും ഇതിൻ്റെ പേരിൽ CHനും കൂട്ടുകാർക്കും ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതോടുകൂടി നിരവധി യുവജനങ്ങളുമായും പുരോഗമനവാദികളുമായും ഉറ്റബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ CHന് സാധിച്ചു. പിന്നീട് കോൺഗ്രസ് കമ്മിറ്റികളിലും സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണത്തിലും കൂടാതെ വായനശാല, കർഷക സംഘം തുടങ്ങിയവ സംഘടിപ്പിക്കുന്നതിലും ഈ ബന്ധം വളരെയേറെ ഉപകരിച്ചു എന്ന് CH തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ CHൻ്റെ സഹപ്രവർത്തകൻ സഖാവ് NE ബലറാമും ഇക്കാര്യം അനുസ്മരിച്ചിട്ടുണ്ട്. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭം CH ഉൾപ്പെടെയുള്ള യുവജനങ്ങളിൽ വലിയ ആവേശമുണ്ടാക്കി. CH ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കടുത്ത ആരാധകനായി മാറി. അന്നത്തെ കോൺഗ്രസ് നേതാക്കളായ മയ്യാരത്ത് ശങ്കരൻ, SN പ്രഭു തുടങ്ങിയ നേതാക്കളുമായി CH ഏറെ അടുപ്പത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു. 1932 ഗാന്ധിജി ആഹ്വാനം ചെയ്ത 2ാം നിയമലംഘന പ്രസ്ഥാനത്തിൽ CH പങ്കെടുക്കുകയും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നിശിതമായി വിമർശിച്ച് പ്രസംഗിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ CHനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് 13 മാസത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു. ജയിൽ മോചിതനായ ശേഷം CH 1 വർഷക്കാലം അധ്യാപകനായി ജോലി ചെയ്തു. നാട്ടിലാകെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും സോഷ്യലിസ്റ്റ് ആശയങ്ങളും വലിയ സ്വാധീനം ചെലുത്തിയ ആ വേളയിൽ കണ്ണാരന് പൊതുജനങ്ങളെ സംഘടിപ്പിക്കുവാനുള്ള അധ്യാപകനായി മാറി. കോൺഗ്രസിൻ്റെയും കർഷക സംഘത്തിൻ്റെയും ഉശിരൻ സംഘാടകനായി സഖാവ് P കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കളുമായുള്ള അടുപ്പം CHൻ്റെ ചിന്താഗതികളെ അടിമുടി മാറ്റിമറിച്ചു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് CH തലശ്ശേരി മേഖലയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ മലബാർ മേഖലാ കമ്മിറ്റി അംഗമായി
തലശ്ശേരിയിലെ ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരിൽ അവകാശബോധവും തികഞ്ഞ രാഷ്ട്രീയ ധാരണയുമുള്ളവരാക്കി മാറ്റിയെടുക്കുന്നതിലും CH നിർണായകമായ പങ്കുവഹിച്ചു. തലശ്ശേരിയിൽ ശ്രീനാരായണ ബീഡി തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ CH രൂപീകരിച്ച സംഘടന താമസിയാതെ വടകരയിലേക്കും നാദാപുരത്തേക്കും വ്യാപിപ്പിച്ചു. കൂടാതെ മട്ടന്നൂർ, മൊകേരി, കല്യാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന കർഷക സമരങ്ങളിൽ നിറ സാന്നിധ്യമായിരുന്നു CH. 1939 തലശ്ശേരിയിലെ ന്യൂ ദർബാർ ബീഡി കമ്പനി സമരവുമായി ബന്ധപ്പെട്ട് CHനെ അറസ്റ്റ് ചെയ്തു. ആ കേസിൽ 1 വർഷം ജയിൽ ശിക്ഷ CH അനുഭവിക്കേണ്ടി വന്നു. മട്ടന്നൂരിലെ പ്രമുഖ ജന്മിയും വിദ്വാനുമായിരുന്ന മധുസൂദനൻ തങ്ങൾ വിളിച്ചു ചേർത്ത ഒരു സാഹിത്യ സമ്മേളനത്തിൽ യാഥാസ്ഥിതികരായിരുന്നു ഭൂരിപക്ഷവും പങ്കെടുത്തത്. കണാറിനും ഏതാനും പുരോഗമനവാദികളും പ്രസ്തുത സമ്മേളനത്തിൽ ക്ഷണിക്കാതെ പങ്കെടുത്തു. തനി പിന്തിരിപ്പൻ ആശയങ്ങളാണ് അവിടെ പ്രസംഗിച്ചത്. ഇത് കേട്ട് CH കണാരൻ എഴുന്നേറ്റ് നിന്ന് മധുസൂദനൻ തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളുടെ സ്വേച്ഛാധിപത്യവും ഹിറ്റ്ലറിസവും ഇവിടെ നടത്താൻ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. കണാരൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. CH ഒരു നല്ല വായനക്കാരനായിരുന്നു. മാർക്സ്, എംഗൽസ്, ലെനിൻ തുടങ്ങിയ ആചാര്യന്മാരുടെ പുസ്തകങ്ങളെല്ലാം വായിക്കുകയും തുടർന്ന് അതിലെ പല ഉദ്ധരണികളും പാർട്ടി ക്ലാസുകളിൽ CH അവതരിപ്പിക്കുകയും ചെയ്യും. പാർട്ടി തത്വങ്ങൾ പഠിപ്പിക്കാൻ പറ്റിയ ഉത്തമനായ ഒരു പാർട്ടി അധ്യാപകൻ കൂടിയായിരുന്നു CH. 1946 മദിരാശി മുഖ്യമന്ത്രി T. പ്രകാശം തലശ്ശേരിയിൽ ഒരു ദിവസം ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന വിവരം CH അറിഞ്ഞു. CH ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി 200-ലധികം പേരെ കൂട്ടി ജാഥയായി ക്യാമ്പിലെത്തി. എന്നാൽ മന്ത്രിയെ കാണാൻ അനുവദിച്ചില്ല. ജാഥ തിരിച്ച് തിരുവങ്ങാട്ടിലേക്ക് മാർച്ച് ചെയ്ത് അവിടെ പൊതുയോഗം നടത്തി പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. പ്രസ്തുത യോഗത്തിൽ ക്ഷേത്രപ്രവേശനം നടപ്പിൽ വരുത്തണമെന്ന് ആഹ്വാനം ചെയ്തു. തുടർന്ന് ജാഥ അംഗങ്ങളെല്ലാവരും അമ്പലക്കുളത്തിൽ ഇറങ്ങി കുളിച്ച് ക്ഷേത്രപ്രവേശനം നടത്തി. ആ കാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഇത്. 1942 നടന്ന ബോംബെ പാർട്ടി പ്ലീനത്തിലും CH പങ്കെടുത്തു. 1948 പാർട്ടി നിരോധിച്ചതിന്റെ ഭാഗമായി CHനെ അറസ്റ്റ് ചെയ്തു. 2.5 വർഷക്കാലം ജയിലിൽ കിടന്നു. 1952 മദിരാശി നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നും CH തിരഞ്ഞെടുക്കപ്പെട്ടു. 1957 നടന്ന തെരഞ്ഞെടുപ്പിൽ CH നാദാപുരം മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ കാലത്ത് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ ബില്ലിന്റെ ശില്പികളിൽ ഒരാളായിരുന്നു CH. പാർലമെന്ററി പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1964 പാർട്ടിയിലെ പിളർപ്പ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. പാർട്ടിയെ നയിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് CHന് ഏറ്റെടുക്കേണ്ടി വന്നു. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിനും CH കാണിച്ച കരുത്ത് വിസ്മയിക്കാവുന്നതല്ല. CHന്റെ സംഘടനാ സവിശേഷതകളെക്കുറിച്ച് AKG പറഞ്ഞ വാക്കുകൾ സ്മരണീയമാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്ര സമർത്ഥനായ ഒരു സംഘാടകനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒരു പ്രത്യേക സംഭവം ഒരു പ്രദേശത്തുണ്ടായാൽ എന്നെപ്പോലെയുള്ളവർ പെട്ടെന്ന് ഓടിയെത്തും. എന്നാൽ CH അവിടെ എത്തുമെന്ന് മാത്രമല്ല, എത്തിക്കേണ്ടവരെയെല്ലാം അവിടെ എത്തിക്കും. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം പ്ലാൻ ചെയ്തിരിക്കും. അവിടുത്തെ പാർട്ടിയെ ആകെ കോർത്തിണക്കി രംഗത്തിറക്കാനും ഓരോ സഖാവിനും ജോലി വീതിച്ചു കൊടുക്കുവാനും അദ്ദേഹം താല്പര്യം കാണിക്കും. ഓരോ പ്രവർത്തകനെയും കണ്ട് ഇടപെടുന്ന രീതിയാണ് CHൻ്റേത്. പ്രവർത്തകരുടെ വീടുകളിലേക്ക് കടന്നു വീട്ടുകാരുമായി ബന്ധം സ്ഥാപിക്കും. അതിലൂടെ കേഡർമാരെ വളർത്തിയെടുക്കുന്ന ശൈലിയായിരുന്നു എക്കാലവും CHൻ്റേത്. CHൻ്റെ പ്രവർത്തന ചാരുതയെക്കുറിച്ച് EMS പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഓരോ പരിസ്ഥിതികളിൽ വരുന്ന മാറ്റങ്ങൾ കണക്കിലെടുത്ത് ഓരോ ഘട്ടത്തിലും പ്രയോജനപ്പെടുന്ന നയ സമീപനങ്ങളും പ്രവർത്തന രീതിയും അംഗീകരിച്ച് പ്രസ്ഥാനത്തെ വളർത്തി ശക്തിപ്പെടുത്തുവാൻ ശ്രമിച്ച വിപ്ലവ നേതാക്കളിൽ കൃഷ്ണപിള്ളയെ കഴിച്ചാൽ ഏറ്റവും സമർത്ഥനായ സഖാവായിരുന്നു CH എന്നാണ്. ഓരോ കാലഘട്ടത്തിൻ്റെയും സവിശേഷതകളെ തിരിച്ചറിഞ്ഞ് ഇടപെടുക മാത്രമല്ല, ആ കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തകരെ വിന്യസിക്കുന്നതിനും CHൻ്റെ മാതൃക ഏറെ അനുകരണീയമായിരുന്നു. ഈ കാര്യം സഖാവ് EK നായനാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേഡർമാരെ കണ്ടെത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും അനുകരണീയമായ മാതൃകയാണ് CH എന്നും കാണിച്ചിട്ടുള്ളത്. ഓരോ സഖാവിനും ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ CH ആണ് നിശ്ചയിക്കുന്നത്. ഒരിക്കലും വൃഥാവിലാകുകയില്ല. കഴിവ്, സന്നദ്ധത, ആത്മാർത്ഥത എന്നിവയെല്ലാം വിലയിരുത്തിയ ശേഷം മാത്രമേ CH സഖാക്കൾക്ക് ചുമതല നിശ്ചയിക്കാറുള്ളൂ. ഓരോ സഖാവിൻ്റെയും ദൗർബല്യങ്ങൾ തിരുത്തുന്നതിൽ സ്നേഹപൂർണമായ ഇടപെടലും ശാസനയും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന ശൈലിയായിരുന്നു CHൻ്റേത്. കോടിയേരി ബാലകൃഷ്ണൻ CHനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. സ്വന്തം താല്പര്യത്തെക്കാൾ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒന്നാമത്തെ കടമയാണ്. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ പലരും അത് മറക്കും. എന്നാൽ CH ശരിക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് മാതൃകയായിരുന്നു.
ഒരിക്കൽ SFI KSU സംഘർഷം തൻ്റെ മകൻ KSU പ്രവർത്തകനായി പരിക്കേറ്റ് ആശുപത്രി കിടക്കുന്നപ്പോൾ തിരിഞ്ഞു നോക്കാതെ തൊട്ടടുത്ത മർദ്ദനമേറ്റ് കിടക്കുന്ന SFIക്കാരെ മാത്രം CH സന്ദർശിച്ചു. അന്ന് SFI പ്രവർത്തകരായ ഞങ്ങളിലുണ്ടായ ആവേശം ഇന്നും ഓർക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. 1960കളിൽ നടന്ന മാഹി വിമോചന സമരത്തിലും 61 നടന്ന ഗോവ വിമോചന പ്രസ്ഥാനത്തിലും CH നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1967 ഐക്യമുന്നണി രൂപീകരണത്തിലൂടെ മുന്നണി തകർപ്പൻ വിജയം കൈവരിച്ചതിലും 1970കളിലെ മിച്ചഭൂമി സമരം ആസൂത്രണം ചെയ്യപ്പെടുന്നതിലും CH നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1972 സഖാവ് അഴീക്കോടൻ രാഘവന്റെ കൊലപാതകം നടക്കുമ്പോൾ CH അസുഖം ബാധിച്ച് കണ്ണൂർ ആശുപത്രിയിലായിരുന്നു. അഴീക്കോടൻ രാഘവന്റെ വിലാപയാത്ര നടക്കുമ്പോൾ സഖാവ് CH ആശുപത്രി കിടക്കയിൽ നിന്നും വന്നാണ് സഖാവ് അഴീക്കോടൻ ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ജീവിതത്തിലാകെ ലളിതമായ ജീവിതം നയിച്ച് ലാളിത്യ വിശുദ്ധി അവസാന ശ്വാസം വരെ സൂക്ഷിച്ച CH കാലം വാർത്തെടുത്ത രാഷ്ട്രീയ പ്രതിഭ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ ബഹുജന പാർട്ടിയാക്കി വളർത്തുന്നതിൽ CH വഹിച്ച പങ്ക് അവിസ്മരണീയമാണ്. മഹാനായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി സഖാവ് CH കണാരൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.